ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നിൻ്റെ അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 3 കോടി രൂപയെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, 3 കോടിയല്ല ആൻറ്റി, 300 കോടി ഉണ്ടെന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണും തള്ളി വായയും പൊളിച്ചിരിക്കുവാണ്. അങ്ങനെ തന്നെ ചന്ദ്ര ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. രവീന്ദ്രൻ നോക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ കണ്ണും തള്ളി വായും തുറന്ന് വരുവാണ്. രവീന്ദ്രൻ ആലോചിക്കും, ഇവക്കിതെന്ത് പറ്റി, ചന്ദ്രേ ചന്ദ്ര എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, രവിയേട്ടാ ശ്രുതിയുടെ അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അപ്പോൾ രവീന്ദ്രൻ പറയും, എനിക്കെങ്ങനെ അറിയാനാ, ഞാൻ എന്താ അയാളുടെ അക്കൗണ്ട് നോക്കുന്ന ബാങ്കിലെ മാനേജറാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്ര പറയും, രവിയേട്ടാ ശ്രുതിയുടെ അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 300 കോടി രൂപയുണ്ട്, 300 കോടി എന്ന് പറയുവാണ് ചന്ദ്ര. നീ എന്താ വല്ല സ്വപ്നം കണ്ടോ ചന്ദ്ര എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും, സ്വപ്നമല്ല, ശ്രുതി തന്നെയാണ് എന്നോട് പറഞ്ഞെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഹാ ശരി, അതിനെന്താ ഇപ്പോൾ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, അതിനെന്താന്നോ, ആ പൈസയൊക്കെ നമ്മുടെ ശ്രുതിക്ക് കിട്ടാനുള്ളതല്ലേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അത് അങ്ങേര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ, അയാൾക്കുള്ള പൈസ തന്നെയാണ് അതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, അതെങ്ങനെയാ, അയാളുടെ കാലശേഷം ആ പൈസയൊക്കെ ശ്രുതിയുടെ അക്കൗണ്ടിലോട്ട് വരും, ശ്രുതിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ശ്രുതിക്ക് കിട്ടും, ശ്രുതി അങ്ങനെ ഒരു കോടീശ്വരനാവും, ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് കോരിച്ചൊരിയുന്നു എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. രവീന്ദ്രൻ ഇതൊന്നും പിടിക്കുന്നില്ലേ. രവീന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ എന്തിനാ ചന്ദ്രേ അതൊക്കെ ആലോചിച്ചിരിക്കുന്നേ, നമുക്ക് രാവിലെ 3 ഇഡ്ഡലി, ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, രാത്രി 2 ചപ്പാത്തി, ഇത്രയും പോരെ, 300 കോടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പ്ലേറ്റിലിട്ട് തിന്നാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇതിനെ ഇത്ര ചെറുതായിട്ട് കാണുന്നത്? രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ നിനക്ക് ഞാനൊരു ഉപദേശം തരാം, പണം എന്ന് പറയുന്നത് വെറും ഒരു സംഖ്യ മാത്രമാണ്. നീ പണത്തിൻ്റെ പുറകെയാണ് സന്തോഷം എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ സന്തോഷമേ ഉണ്ടാവത്തില്ല. അപ്പോൾ നീ ഇങ്ങനെ സ്വപ്നം കാണുന്നതൊക്കെ നിർത്തി യാഥാസ്ഥിതികളിലോട്ട് വന്നിട്ട് ജീവിക്കാൻ പഠിക്കും ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്നും പോവാണ്. ഞാൻ എന്തെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നത് ഇങ്ങേർക്ക് ഇഷ്ടമല്ലല്ലോ. ഷോ ദൈവമേ, എത്രയും പെട്ടെന്ന് ശ്രുതിയുടെ അച്ഛനെ ഒന്ന് ജയിലിൽ നിന്നും പുറത്തിറക്കി തരണേ, എൻ്റെ ശ്രുതിക്ക് 300 കോടി, എൻ്റെ ശ്രുതി കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ആൻ്റണിയുടെ ഓഫീസാണ്. ശ്രുതിയും മീരയും കൂടി ആൻ്റണിയുടെ ഓഫീസിലോട്ട് പോവാണ്. ഇവരെ കാണുന്നതും ആൻ്റണി പറയുന്നുണ്ട്, ഹാ വീഡിയോ കിട്ടിയോ, ഇങ്ങോട്ടേക്ക് എടുക്കുമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഇല്ല ആൻ്റണി, എനിക്ക് വീഡിയോ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഓ നിങ്ങൾ എന്താ ഒരു വീട്ടിലുള്ള ഫോണിൽ നിന്നും ഒരു വീഡിയോ എടുക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ലേ, ഓരോരുത്തർ പുറം നാട്ടിലിരുന്നൊക്കെ ഓരോ ഫോണുകൾ ഹാക്ക് ചെയ്ത് ഓരോന്ന് സ്വന്തമാക്കുന്നു, നിങ്ങൾക്ക് സ്വന്തം വീട്ടിലുള്ളൊരു ഫോണിലെ വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആൻ്റണി പുച്ഛിക്കുവാണ്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ആൻ്റണി, പക്ഷേ എന്നെക്കൊണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് ഞാൻ എടുക്കും. എനിക്കാണെങ്കിൽ ആ നവീൻ്റെ ശല്യം ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, വീട്ടുകാരുടെ അടുത്തൊക്കെ അവൻ്റെ ഇപ്പോൾ കളി, എന്നെ ഡെയിലി ഇപ്പോൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയും, അവനെപ്പോലുള്ളവരെയൊക്കെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് നല്ലോണം അറിയാമെന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ, അവനിട്ടൊരു പണി കൊടുക്കുക ആൻ്റണി എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയും, അതെങ്ങനെയാ, എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാലേ നവീൻ്റെ കാര്യം ഞാൻ നോക്കത്തുള്ളൂ എന്ന് ആൻ്റണി പറയുവാണ്. ഞങ്ങൾ 3-4 പ്രാവശ്യം ട്രൈ ചെയ്തു ആൻ്റണി, ഈ കർണൻ്റെ കയ്യിൽ നിന്ന് കവചകുണ്ടൽ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുപോലെ തന്നെയാണ് സച്ചിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ എടുക്കാനും എന്നൊക്കെ മീര പറയുന്നുണ്ട്. വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയാലേ നിങ്ങൾ ചോദിക്കുന്ന സഹായം എനിക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് ആൻ്റണി പറയുവാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ പിടിച്ച് ജയിലിലിട്ടതൊക്കെ ഞാൻ കാണിച്ചു തന്നതല്ലേ എന്ന് ആൻ്റണി പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും, കാരണം ശ്രുതി ഇതിലെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. സച്ചിയാണ് നവീനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതെന്ന് സച്ചിയുടെ വായിൽ നിന്ന് തന്നെ അന്ന് ശ്രുതി കേട്ടതാണ്. അപ്പോൾ ഈ ആൻ്റണി തന്നെ പറഞ്ഞു പറ്റിക്കുവാണെന്ന് ശ്രുതി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൻ്റണി വീണ്ടും ഈ ഡയലോഗ് അവിടെ എടുത്തിടുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുവാണേ. വേറൊരാൾ ചെയ്ത കാര്യത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ആൻ്റണിക്ക് നാണമില്ലെന്ന് മീര ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയും, നിങ്ങൾ എന്താ ഈ പറയുന്നേ? അപ്പോൾ ബാക്കി പറയുന്നത് ശ്രുതിയാണ്. ആൻ്റണി, നവീനെ പിടിച്ച് ജയിലിലാക്കിയത് ആൻ്റണിയല്ല സച്ചിയാണെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണ്. അപ്പോൾ പിന്നെ ആൻ്റണി അവിടെ കിടന്ന് തപ്പിക്കളിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ അവനെ ഫോളോ ചെയ്ത് പോവായിരുന്നു, അതിൻ്റെ ഇടയിൽ സച്ചി കയറി ഇടപെട്ട് ഇതൊക്കെ ആക്കിയെന്നൊക്കെ ആൻ്റണി പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഞങ്ങൾ ഏൽപ്പിച്ച ജോലി മര്യാദക്ക് ആൻ്റണിയെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നിട്ട് ഞങ്ങളെ കളിയാക്കുന്നു, ഫോൺ എടുക്കാൻ പറ്റിയില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങളെ വിശ്വസിക്കാമോ ഇല്ലയോ എന്നാണ് എൻ്റെ സംശയം എന്ന് ശ്രുതി പറയുന്നുണ്ട്. കുറച്ച് നാളത്തേക്കാണെങ്കിലും ആ സച്ചിയാണ് നവീനെ പിടിച്ച് ജയിലിലിട്ട് എനിക്ക് കുറച്ച് സമാധാനമൊക്കെ തന്നെയെന്ന് പറയുന്നുണ്ട് ശ്രുതി.
പെട്ടെന്നെന്താ അവനോടൊരു സ്നേഹം എന്ന് ആന്റണി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം സച്ചിയാണല്ലോ അവനെ പിടിച്ച് ജയിലിലിട്ടത്. ഇനിയും നവീൻ അവൻ്റെ കയ്യിൽ പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സച്ചിയുടെ കയ്യിൽ എങ്ങനെ നവീൻ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും, ഞാൻ ഒന്നുകൂടെ പ്രശ്നത്തിലാകും ആന്റണി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ആന്റണി പറയുന്നുണ്ട്, ശ്രുതി പേടിക്കണ്ട, അവൻ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എൻ്റെ കയ്യിൽ നിന്നും അവൻ മിസ്സാവില്ല എന്നൊക്കെ ആന്റണി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടണം, എന്നാൽ മാത്രമേ നിങ്ങൾ പറയുന്ന സഹായം ഞാൻ ചെയ്തു തരത്തുള്ളൂ എന്നൊക്കെ ആന്റണി പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, ആദ്യം നവീൻ്റെ കാര്യം നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് തരാം ആന്റണിക്ക് എന്ന് പറയുമ്പോൾ, അതൊന്നും നടക്കത്തില്ല, വീഡിയോ ഫസ്റ്റ്, എന്നിട്ടാണ് നവീൻ, നിങ്ങൾ പേടിക്കേണ്ട, നവീൻ്റെ കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ ആന്റണി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, എന്നാൽ ശരി, ഒരു ദിവസം കൂടി എനിക്ക് ടൈം താ, ആ വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തരാമെന്ന് പറയുമ്പോൾ ആന്റണി പറയുവേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്തു തരുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ പണി, നിങ്ങൾ ഏൽപ്പിച്ച പണി ഞാനും ചെയ്യും എന്നൊക്കെ ആന്റണി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണേ. മീര പുറത്തിറങ്ങുമ്പോഴേക്കും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇവൻ ശരിയാവോ, നമുക്ക് വേറെ ഏതെങ്കിലും റൗഡിയെ പോയി കണ്ടാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹേയ് അതൊന്നും വേണ്ട, ഇവൻ തന്നെയായി ഇതിന് നല്ലത്. കാരണം ഇവനും സച്ചിയും തമ്മിൽ ഓൾറെഡി കുറേ പ്രശ്നങ്ങളുണ്ട്. ആ വീഡിയോ പുറത്തായാൽ തന്നെ ഈ ആന്റണി ചെയ്തതാണെന്നേ സച്ചി ഓർക്കത്തുള്ളൂ. നമുക്കിതിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാം. നവീൻ്റെ കാര്യം ആന്റണി നോക്കിക്കോളും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ആ വീഡിയോ എടുക്കണ്ടേന്ന് മീര ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെയും ശ്രുതിയുടെയും ആദ്യത്തെ വിവാഹ വാർഷികമാണ് വരാൻ പോകുന്നത്. സച്ചി നല്ല രീതിയിലിരിക്കുമ്പോൾ ആ ഫോൺ എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. വിവാഹ വാർഷികത്തിന് സച്ചിയെ നല്ലോണം കുടിപ്പിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിയുടെ കയ്യിൽ നിന്ന് ഈസി ആയിട്ട് ആ മൊബൈൽ അടിച്ചു മാറ്റാം എന്നൊക്കെ ശ്രുതി പറയുവാണ്. നല്ല ഐഡിയ എന്ന് മീരയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ഷോപ്പാണ്. ശ്രുതി അവിടെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവാണ്. ശ്രുതി ചോദിക്കും, എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും, നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ ശ്രുതി ബിസിനസ്സിൽ, വരുന്ന ലാഭമൊക്കെ അങ്ങനെ ഡീലർമാർക്ക് പോവാ, നമുക്കൊന്നും കൂടി കുറേ ലാഭമുള്ള എന്തെങ്കിലുമൊക്കെ കച്ചവടം പിടിക്കണം, ഓർഡർ പിടിക്കണം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആനന്ദ് വരുവാണേ, ബ്രോ എന്നൊക്കെ വിളിച്ചിട്ട്. ആനന്ദിനെ കാണുന്നതും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ ഫ്രണ്ടിനോട് മറ്റേ ബിസിനസ്സിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാനത് നിന്നോട് പറഞ്ഞായിരുന്നില്ലേ, അവനെ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, പുതിയതായിട്ടൊരു TV അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഇന്ത്യ മുഴുവൻ അതിൻ്റെ ഡീലർഷിപ്പ് ഈ ബോസാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ആനന്ദ് പറയുവാണേ. ഓരോ സംസ്ഥാനങ്ങൾ വേർതിരിച്ചാണ് ഡീലർഷിപ്പ് കൊടുക്കുന്നത്. കേരളം മൊത്തം ഒരാൾക്ക് കൊടുക്കാനാണ് നോക്കുന്നത്. അതും വളർന്നു വരുന്ന ഒരു യുവതലമുറയ്ക്ക് കൊടുക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നതെന്നൊക്കെ ആനന്ദ് പറയുന്നുണ്ട്. സത്യമാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും, അതേന്നേ, പഴയ ആൾക്കാരുടെ കയ്യിൽ കൊടുക്കുന്നതിലും നല്ലത് പുതിയ ആളുകളുടെ കയ്യിൽ കൊടുക്കുന്നതാണ്. അവരുടെ കയ്യിൽ പുതിയ ഐഡിയാസ് ഉണ്ടാവും, നല്ലോണം പ്രോഡക്റ്റ് സെയിലാക്കി കിട്ടും എന്നൊക്കെ ആനന്ദ് പറയുന്നുണ്ട്. ശ്രുതി, ഈ ഡീലർഷിപ്പ് നമുക്ക് കിട്ടിയാൽ നന്നായിരിക്കുമല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, ആനന്ദേ, ഇത് നമുക്ക് കിട്ടാൻ വല്ല വഴിയുണ്ടോ, എന്നെപ്പോലുള്ള ഒരാൾക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, പിന്നല്ലാതെ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ഇത്ര വലിയ ഡീലർഷിപ്പ് എടുക്കുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് കയ്യിൽ വേണ്ടി വരില്ലേ, ചിലവാവില്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ്. പൈസയെ പറ്റിയൊന്നും ആലോചിച്ച് നീ ടെൻഷൻ എടുക്കണ്ട, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ വേണമെന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ എന്നൊക്കെ ആനന്ദ് പറയുവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, അവൻ ബോസിനോട് സംസാരിക്കാമെന്നും പറഞ്ഞു, പക്ഷേ ബോസ് അവനോട് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കും, അതെന്ത് കാര്യമാണ്, പുതിയ ആളുകളുടെ കയ്യിൽ കൊടുക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ലതായിരിക്കണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഷോപ്പാണോ, വലിയ ഷോപ്പ് വേണം എന്നാണോ, അതല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അത് നല്ല വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഈ ഡീലർഷിപ്പ് കൊടുക്കുകയുള്ളൂ എന്ന് ആനന്ദ് പറയുവാണ്. നല്ല സ്റ്റാറ്റസ് ഉള്ള കുടുംബമായിരിക്കണം എന്ന് അവർക്ക് നിർബന്ധമുണ്ടെന്ന് ആനന്ദ് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അപ്പോൾ പിന്നെ എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, എനിക്ക് എന്ത് സ്റ്റാറ്റസ് ഉണ്ടായിട്ടാ, എന്ത് ബാക്ക്ഗ്രൗണ്ട് എനിക്ക്, എൻ്റെ അച്ഛനൊരു ഡ്രൈവർ, അനിയനൊരു ഡ്രൈവർ, വേറൊരു അനിയനൊരു ഹോട്ടലിലെ ഷെഫ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര വലിയ ഉള്ള ഫാമിലിയൊന്നും അല്ലല്ലോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അവർ വന്ന് ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല, കുറച്ച് ഹൈപ്പിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ നിന്നെപ്പറ്റി വേറൊരു ഇൻട്രോയിലാണ് അവരോട് അവതരിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ ആനന്ദ് പറയുന്നുണ്ട്. നീ ഇവിടുത്തെ നാട്ടിലെ വലിയൊരു പണക്കാര കുടുംബത്തിൽ ജനിച്ചതാ, നിനക്ക് ഒരുപാട് ഡിഗ്രി ഉണ്ട്, നിൻ്റെ അനിയൻ സച്ചി 50 കാറ് സ്വന്തമായിട്ട് വെച്ച് ഓടിക്കുവാന്നൊക്കെ ആനന്ദ് ഹൈപ്പിൽ പറഞ്ഞു വെച്ചിരിക്കുവാണേ അവരോട്. സച്ചി 50 കാറിൻ്റെ ഓണർ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയുടെ കണ്ണൊക്കെ തള്ളുവാണ്. 50 കാറോ? അത് മാത്രമല്ല, നിൻ്റെ വേറൊരു അനിയൻ ശ്രീകാന്ത് ഒരു വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ആനന്ദ് ഭയങ്കര സന്തോഷത്തിൽ പറയുവാണേ. നീ എന്തിനാ ആനന്ദ് ഇങ്ങനെ കള്ളമൊക്കെ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയും, കള്ളം പറയാത്ത ഒരാൾ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല ഇതൊക്കെ ഒരു ചെറിയ കള്ളമാണോ, ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല എന്നറിഞ്ഞാൽ തന്നെ ഈ ഡീലർഷിപ്പ് ഞങ്ങൾക്ക് അവർ തരത്തില്ല, ഇങ്ങനെ കള്ളം പറഞ്ഞൊരു ഡീലർഷിപ്പ് എടുക്കണമെന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ്.
ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കത്തേയുള്ളൂ. ബിസിനസ്സിൽ ഇങ്ങനെ ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് ഉയർന്നുയർന്ന് വരാൻ പറ്റത്തുള്ളൂ. അവരിവിടെ വന്ന് ഇതൊന്നും ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. അവരവിടെ ഫുൾ ബിസി അല്ലേ എന്നൊക്കെ ആനന്ദ് പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിക്ക് ഇങ്ങനെ കള്ളം പറയുന്നതൊന്നും ഇഷ്ടമല്ല. അവൾക്ക് എപ്പോഴും സത്യസന്ധമായിട്ട് ജോലി ചെയ്യണം. എല്ലാവരോടും സത്യങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ്. അവൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പറയും, ശ്രുതി ഇങ്ങനെ ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് ബിസിനസ്സിൽ മുന്നേറാൻ പറ്റൂ. നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യണോ, അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് സ്ട്രാറ്റജിയൊക്കെ ഇറക്കണം എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, എനിക്കത് മനസ്സിലാവുന്നുണ്ട് ആനന്ദി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കും, നീ എന്താ ശ്രുതി ഇങ്ങനെ പറയുന്നേ? കള്ളം പറഞ്ഞ് നിങ്ങൾ ആരുടെയും ജീവിതമൊന്നും നശിപ്പിക്കാനല്ലല്ലോ നോക്കുന്നത്. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെറിയ കള്ളങ്ങളൊക്കെ ബിസിനസ്സിൽ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് ആനന്ദ് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു നല്ല ചാൻസാണ് മുമ്പിൽ വന്നിരിക്കുന്നത്, അത് യൂസ് ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്കെന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും, ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എനിക്കത്ര കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷേ ഈ കള്ളം പറയുന്നത് ആലോചിക്കുമ്പോഴാണ് ശ്രുതി പറയുവാണേ, അവസാനം വരെ പിടിക്കപ്പെടാതെ നമ്മൾ നോക്കണം ശ്രുതി എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ആനന്ദ് വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി നിന്നെ കണ്ട ഒരു കോടീശ്വരനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. അത് മാത്രമല്ല നിന്റെ ഭാര്യയെ കണ്ടാലും വിശ്വസിക്കും. നിങ്ങളെ രണ്ടുപേരെയും കണ്ട കോടീശ്വരനും കോടീശ്വരിയാണെന്നേ പറയുള്ളൂ എന്നൊക്കെ ആനന്ദ് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി അല്ലെങ്കിൽ ഒരു കോടീശ്വരിയാ. അപ്പോൾ ആനന്ദ് പറയും, അപ്പം പിന്നെ എന്താ കുഴപ്പം? ഇതായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോ. നിങ്ങളെ കണ്ട ആരും ഒരു കോടീശ്വരനല്ലെന്ന് പറയില്ല എന്നാണ് ആനന്ദ് പറഞ്ഞിവരെ പൊക്കുന്നത്. ഒരു 4 ദിവസത്തേക്ക് ആ ഓണർ നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചൊരു വലിയൊരു പാർട്ടി കൊടുക്കാൻ നോക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പാർട്ടിയോ? അതിനൊക്കെ ഒരുപാട് കാശ് ചിലവാവില്ലേ? ഇങ്ങനെ ചെറിയ കാശ് ചിലവാക്കിയാലേ നിങ്ങൾക്ക് വലിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് ആനന്ദ് പറയുവാണ്. നീ എല്ലാത്തിനും റെഡിയായി നിൽക്കുക, ഈ ഡീലർഷിപ്പ് നമുക്ക് മേടിച്ചേ മതിയാകുള്ളൂ എന്ന് ആനന്ദ് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നമ്മൾ എന്ത് പാർട്ടി കൊടുക്കാനാ ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും, ശ്രുതി നമ്മുടെ ആനിവേഴ്സറി അല്ലേ വരാൻ പോകുന്നതെന്ന് പറയുവാണ്. ആനിവേഴ്സറിയോ? ശരിയാണല്ലോ. കല്യാണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് അന്ന് പ്രശ്നമായ കല്യാണ ചടങ്ങുകളാണ്. അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം ശ്രുതിക്ക് ഓർമ്മയില്ല. അയ്യോ അങ്ങനെയല്ല ശ്രുതി, എൻ്റെ വായിൽ നിന്ന് സത്യങ്ങൾ മാത്രമേ പെട്ടെന്ന് വായിൽ നിന്ന് വരത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ അനിയന്മാരെ പറ്റി കള്ളം പറയുമ്പോഴേക്കും ഞാൻ അത് ആലോചിക്കുമായിരുന്നു. ഞാൻ എങ്ങനെ അവരെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാനാണെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗ്രാൻഡായിട്ട് നടത്താം, കോക്ടെയിൽ പാർട്ടിയൊക്കെ നടത്താം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കും, അപ്പോൾ ആ ഓണറിനെ വിളിക്കണ്ടേ നമുക്ക്? അയാളെ നമുക്ക് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇൻവൈറ്റ് ചെയ്യാം. മറ്റുള്ള ചെറിയ ചെറിയ ഡീലർമാരെയും വിളിക്കാം. അപ്പോൾ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമുക്ക് ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് ഓർത്ത് നമുക്ക് ബിസിനസ്സിന് നല്ല ഹൈപ്പ് കിട്ടും. ഇതെൻ്റെ പുതിയൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ശ്രുതി, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സ്ട്രാറ്റജിയൊക്കെ കൊള്ളാം, പക്ഷേ ഇതിന് നല്ല കാശ് ചിലവാവില്ലേ ശ്രുതി? നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് വെച്ച് ചെയ്യാം. അതിൽ ബാലൻസ് ഒരുപാട് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഈ ഡീലർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയിലെ ലാഭം വരാൻ പോകുന്നത്, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ ശരി, പക്ഷേ ആനിവേഴ്സറി ഫംഗ്ഷൻ നടത്തുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാവത്തില്ലേ? ഓണർ വന്നു കഴിഞ്ഞ് നിൻ്റെ അനിയന്മാരെ കാണുമ്പോഴേക്കും അവരിതിലെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കില്ലേ? ഞങ്ങൾ കള്ളം പറയുവാണെന്ന് വിചാരിക്കില്ലേ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ശരിയാണല്ലോ, പ്രത്യേകിച്ച് ആ സച്ചിൻ രേവതിന് അവർക്ക് പണക്കാരുടെ ലുക്കൊന്നുമില്ല. നമ്മൾ പറഞ്ഞത് കള്ളമാണെന്ന് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നൊക്കെ ശ്രുതി പറയുവാണ്. നമുക്ക് അവരെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് 2 അനിയന്മാരുണ്ടെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എങ്ങനെയാണ് വിളിക്കാതെ ഇരിക്കുന്നത്? അപ്പോൾ ശ്രുതി പറയും, ശരിയാണല്ലോ, പിന്നെ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറയുന്നത് പോലെ നീ പോയി സച്ചിനോടും ശ്രീകാന്തിനോടും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കുറേ കാര്യങ്ങൾ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.